ഈവിൾ ഐ അല്ലെങ്കിൽ കണ്ണേറ് ഇസ് വെരി റിയൽ ട്ടോ. എന്നോട് പലരും പറയുമ്പോൾ ഞാനത് അത്ര കാര്യമാക്കിയിരുന്നില്ല. ലൈക്ക് ഞാനത് ഓക്കെ എന്ന് പറഞ്ഞ് വെച്ചിരുന്നു. പക്ഷെ നൗ ഐ നോ ദാറ്റ് ഇറ്റ്സ് വെരി റിയൽ. കാരണം എൻ്റെ ഓരോ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഓ ലുക്ക് അറ്റ് ഹൗ ക്യൂട്ട് ഷീസ്, അല്ലെങ്കിൽ ലുക്ക് അറ്റ് ഹർ ബേബി ഈസ് സോ ക്യൂട്ട്, ഷീസ് 36 യെറ്റ് ഷീസ് സോ എനർജറ്റിക്, സോ യങ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ബിക്കോസ് ഞാനാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് പറയുക, ഞാൻ എൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു റീൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വാച്ച് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഞാനത് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ആത്മനിർവൃതി കൊള്ളും. അപ്പോൾ ഒരിക്കൽ എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, ഉമ്മച്ചിക്ക് ഇങ്ങനെ മടുപ്പും ചടുപ്പും ആവണില്ലേ ഉമ്മച്ചിൻ്റെ വീഡിയോസ് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ? അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ റീൽസ് ഒക്കെ കണ്ട് ചടുപ്പ് തോന്നാനും മടുപ്പ് തോന്നാനും പഠിച്ചോൻ കുറച്ച് റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ഫ്രണ്ട്സിനൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പണി അവർ ചെയ്തോളും. നമ്മൾ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മളത് ആസ്വദിക്കുകയും നമ്മൾ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. സോ യു ഹാവ് ടു ബി ലൈക്ക് ദാറ്റ്. ഓണസ്റ്റ്ലി ഐ എം സച്ച് എ പേഴ്സൺ. ഞാൻ എൻ്റെ ഒരു വീഡിയോസ് ഇട്ടാലും എനിക്കത് പിന്നീട് കാണുമ്പോൾ ഒരു മടുപ്പോ ചളുപ്പോ ഒന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ സംഗതികളില്ലാത്ത പാട്ടുകൾ ഞാൻ പാടിയിട്ടാലും ഞാനത് വീണ്ടും വീണ്ടും കേട്ട് ആസ്വദിക്കും. ഐ എം സച്ച് എ കൈൻഡ് ഓഫ് പേഴ്സൺ. ഇതിപ്പോൾ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ട്, ഞാൻ സ്കൂട്ടിയിൽ മോർണിംഗ് കൊണ്ട് പോകുന്നത്, അതിങ്ങനെ സ്ലോ മോഷനിലിട്ട് ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡിങ് സോങ് ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ട പാട്ട് നൂറല്ലേ നൂറല്ലേ, അതൊക്കെ കിട്ടും. ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമാണെന്ന് അറിയോ. ഐ ലവ്ഡ് ദാറ്റ് വീഡിയോ. ഞാൻ ഈവളൈൻ്റെ കാര്യം പറയാൻ വന്നത്, അത് ഇട്ട് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതേ ഓർമ്മയുള്ളൂ. വണ്ടി നിർത്തി ഞാനത് അതിന്ന് ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാനും എൻ്റെ മോനും കൂടി പതുക്കോം എന്ന് പറഞ്ഞതേ നിലത്ത് കിടക്കുന്നു. തല ചെന്ന് നിലത്താണ് ഇടിച്ചത്. ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് ഭാഗ്യം, അൽഹംദുലില്ലാ, തലക്കൊന്നും പറ്റിയില്ല. അല്ലെങ്കിലും കാര്യമായിട്ടൊന്നും പറ്റിയില്ല. നിലം ഒന്ന് കുത്തിയിരുന്നു, തലയും ഒന്ന് ചെറുതായി പിന്നിൽ തട്ടി. മോന് സേഫ് ആയിരുന്നു, കാരണം മോൻ എൻ്റെ മേലെയാണ് വന്ന് വീണത്. അവൻ കരുതി ഞാൻ അവൻ എന്തോ കളിപ്പിക്കാന്ന്, ഭയങ്കര ചിരി. അപ്പോൾ മോൻ എൻ്റെ മേലെ വന്ന് വീണു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ആ വീഡിയോ വേറെ ആരും കണ്ടിട്ടില്ല, ഞാൻ തന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ. സോ അതെനിക്ക് പലപ്പോഴും തോന്നലുണ്ട്, ലൈക്ക് ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോസിനെ കണ്ണിടുന്നതും കണ്ണേറിടുന്നതും എന്നുള്ളതൊക്കെ. കാരണം ഞാൻ തന്നെയാണ് അതിങ്ങനെ വീണ്ടും വീണ്ടും വാച്ച് ചെയ്യുന്നതും. ആൻഡ് ഐ വാച്ച് ഇറ്റ് മെനി ടൈംസ്. എനിക്കിടക്ക് തോന്നുന്നു ഞാനാണ് എൻ്റെ റീൽസിൻ്റെ വ്യൂസ് കൂട്ടുന്നതെന്ന്. ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സോ യു ഗൈസ് ഹാവ് ടു ബി വെരി കെയർഫുൾ. എൻ്റെ കാര്യത്തിൽ പിന്നെ ഞാൻ തന്നെ ആയതുകൊണ്ട് ഐ നോ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ബട്ട് യു ഗൈസ് ടേക്ക് കെയർ, ബിക്കോസ് ഈവിൾ ഐ ഇറ്റ്സ് റിയൽ.